കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ പുറത്തെത്തിച്ചു. കാട്ടുകൊമ്പനെ രക്ഷപ്പെടുത്തിയത് 15 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ്. മയക്ക് വെടിവെച്ച് ആനയെ വനമേഖലയിലേക്ക് മാറ്റാത്തതിൽ പ്രതിഷേധം. ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന നാട്ടുകാർ. പുലർച്ചെ 2 മണിയോടെയാണ് കാട്ടാന ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണത്. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികൾ വനംവകുപ്പിനെ വിവരമറിയിച്ചു. മണ്ണുമാന്ത യന്ത്രം ഉപയോഗിച്ച് ആനയെ രക്ഷപ്പെടുത്താനായിരുന്നു ആദ്യ ശ്രമം. കൃഷിയിടത്തിലേക്ക് JCB ഇറക്കാൻ കഴിയില്ലെന്ന് സ്ഥലമുടമ നിലപാടെടുത്തതോടെ പ്രതിസന്ധി. ഇതിനിടയിൽ കിണറ്റിൽ വീണ കാട്ടുകൊമ്പൻ പരാക്രമം തുടർന്നു. രക്ഷപ്പെടാനുള്ള കൊമ്പന്റെ പരിശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. മയക്കുവെടി വെച്ച് ആനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാരെത്തി. പിന്നാലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ച. ആവശ്യങ്ങൾ അംഗീകരിച്ചതായി ഉദ്യോഗസ്ഥർ. പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചു. ഒരുപാട് ചൂടുണ്ട്. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞ സജഷൻ പ്രകാരം ഈ ചൂട് സമയത്ത് നമുക്ക് മയക്കുവെടി വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആന ചത്തുപോകും ആക്ച്വലി. സോ അതിനുവേണ്ടി കറക്റ്റ് ടൈം നോക്കിയിട്ട് നമുക്ക് അങ്ങനെയായിട്ട് ചെയ്യും. മഴ കനത്തതോടെ മണ്ണുമാന്ത യന്ത്രം എത്തിച്ച് വഴിയൊരുക്കി ആനയെ പുറത്തെത്തിച്ചു. ഉദ്യോഗസ്ഥർ തങ്ങളെ പറഞ്ഞു പറ്റിച്ചുവെന്ന് നാട്ടുകാർ. പോലീസിനും ഉദ്യോഗസ്ഥർക്കും നേരെ പ്രതിഷേധം. ഇനി എന്ത് ചെയ്യുന്നു അറിയില്ല. എല്ലാവർക്കും ഇവിടുന്ന് ഒരു 100-150 വീടുകളുണ്ട്. ആ വീടുകൾ എന്ത് ചെയ്യുന്നു ഒരു പിടുത്തമില്ല. അവരോട് പണ്ട് ഞങ്ങൾ പണിയരുതെന്ന് പറഞ്ഞ മഴയുടെ സമയത്ത് അവരെന്തുകൊണ്ട് ഇത് ചെയ്തു? ഞങ്ങൾക്ക് ചെയ്ത് ഡിമാൻഡ് അംഗീകരിച്ചാണ് അവർ ഈ പണി ചെയ്തത്. ആന വനമേഖലയിലേക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവകാശവാദം. ജനവാസ മേഖലയിലേക്കാണ് ആന കയറിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കിണറ്റിലാണ് പുലർച്ചെയോടെ കാട്ടാന വീണത്. തുടർന്ന് 14 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ കിണറ്റിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്. എന്നാൽ മയക്കുവെടി വയ്ക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ശക്തമായി പ്രതിഷേധിച്ചു. കോതമംഗലത്ത് നിന്ന് ക്യാമറാമാൻ റിജോയ്ക്കൊപ്പം വിനീത VG 24.